അതെ, ഇതിലെ പ്രതിപക്ഷത്തിന്റെ വിമർശനം താങ്കൾ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിരന്തരമായി ഉണ്ടാകുന്ന പ്ലാൻ കട്ടിംഗ്, അതുകൊണ്ട് വിശ്വാസ്യത തകർത്ത ധനകാര്യ സംവിധാനമുള്ള സർക്കാർ അവതരിപ്പിച്ച ബജറ്റ്, ഇതിനെ ജനം വിശ്വസിക്കില്ല, വിശ്വാസയോഗ്യമല്ല ഈ ബജറ്റ് എന്ന് പറയുന്നു. കഴിഞ്ഞ 10 വർഷം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് തെരഞ്ഞെടുപ്പ് ആക്കിക്കൊണ്ടാണ് എന്ന് പറയുകയാണ്. പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്ന അവകാശവാദം മാത്രമാണിത്. ഇതിൽ അനാവശ്യമായ രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് 2024 നടപ്പിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്ര വൈകി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം? ഇനി 3 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പാകും. ഇനി അടുത്ത സർക്കാർ ഇത് ഞങ്ങൾ അവതരിപ്പിക്കും അടുത്ത ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് നടത്തിയതാരാ? 2021 ഏപ്രിൽ 1 മുതലായിരുന്നു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കിയതും പണം കൊടുത്തതും ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. 21 ഏപ്രിൽ 6 ആയിരുന്നു ഇലക്ഷൻ. 21 ഏപ്രിൽ 1 ശമ്പള പരിഷ്കരണം വന്നു. അതിന് കൊടുക്കാനുള്ള 25,000-30,000 കോടിയോളം ഉള്ള ഡ്യൂസ്, ശമ്പള പരിഷ്കരണ കുടിശ്ശിക, ബാക്കിയെല്ലാം കൊടുത്തത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ് തുടർച്ചയായിരുന്നു. ഞങ്ങൾ വന്നതുകൊണ്ടാണ് അത് നടന്നത്. ഇപ്പം പ്രതിപക്ഷം പറഞ്ഞത് എന്താ? ഇത് ഞങ്ങൾ വന്നാൽ കൊടുക്കത്തില്ല എന്നല്ലേ. ഞങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം പറയുന്നുള്ളൂ. അവർ പറഞ്ഞത് കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് ഞങ്ങൾ പറഞ്ഞതെന്നാ. കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവർ വന്നാലും കൊടുക്കാമെന്നല്ലേ പറയണ്ടേ. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? അവരിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ വന്നാൽ ഇത് ചെയ്യില്ല. പണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം. അവസാനം ജനങ്ങൾ അവരെ അല്ല ഏൽപ്പിച്ചത്, ഇത് കൃത്യമായി നടപ്പിലാക്കുന്നൊരു ഗവൺമെൻറ്റിനെയാണ്. ആ സമയത്താണ് കേന്ദ്രത്തിൻ്റെ നമുക്ക് നേരെയുള്ള സാമ്പത്തിക ഉപരോധം വന്നത്. എന്നിട്ടും നമ്മൾ ആ കാര്യം ചെയ്തു. ഇപ്പോഴും നടത്താൻ പറ്റുന്ന കാര്യം കൃത്യമായ കണക്കുകളുടെയും സാമ്പത്തിക വരുമാന സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. രണ്ടാമത് അവർ പറഞ്ഞത് കാര്യം പറയുന്നതൊന്നും ചെയ്യുന്നില്ല എന്നാണ്. ഏതിനാ പണം ചെയ്യാത്ത? കഴിഞ്ഞ വർഷത്തെ LSTDയുടെ ചിലവ് എത്രയാണെന്നറിയോ? 100 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിടത്ത് 110 രൂപ ചിലവാക്കി. 10 രൂപ ബാക്കി 100%. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് കഴിഞ്ഞ ബജറ്റിൽ 75% പദ്ധതികളും നടപ്പാക്കിയില്ല എന്നാണ്. വന്യജീവി ആക്രമണത്തിന് നീക്കിവെച്ചത് കുറഞ്ഞ തുക, അതിൽ 40% മാത്രമാണ് ചെലവാക്കിയത്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറയട്ടെ, വന്യജീവി ആക്രമണത്തിൻ്റെ കാര്യം എടുക്കാം. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സമയത്ത് വന്യജീവി ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ഓരോ വർഷവും കൂട്ടി വെച്ച് ഈ വർഷം 100 കോടി രൂപ വെച്ചത്. 10-15 കോടി ഉണ്ടായിരുന്നുള്ളൂ 5 വർഷം മുമ്പ്. അദ്ദേഹം പറഞ്ഞു 42% ചിലവാക്കിയുള്ളൂ. ഞാൻ ആ പത്രസമ്മേളനം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ഫൈനാൻസിൽ നിന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താ, വന്യമൃഗ ആക്രമണത്തിനകത്ത് മരണമടഞ്ഞും അങ്ങനെ പരിക്ക് പറ്റിയിട്ടുള്ള അപേക്ഷകളിൽ കൊടുക്കാൻ ഇനി 10 ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. കാരണം ആ 10 കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ആ 10 ആപ്ലിക്കേഷൻ സംബന്ധിച്ച് അതിൻ്റെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി ശരിയായ പിന്തുടർച്ചാവകാശി മറ്റു കാര്യങ്ങൾ രേഖകളൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് ആ 10 കൊടുക്കാത്തത്. ബാക്കി മുഴുവൻ പണവും കൊടുത്തു തീർത്തു. ഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ആക്രമണം കുറഞ്ഞു വരുന്നത് കൊണ്ട് ഈ 100 കോടി അല്ലെ 50 കോടി വെച്ചാൽ 50 കോടി കൊടുക്കേണ്ടി വന്നില്ല എന്നല്ലേ കാര്യം. അപകടം പറ്റി മരിച്ചവർക്കും അപകടം പറ്റിയവർക്കല്ലേ പണം കൊടുക്കണ്ടേ? അത്രയും കൂടെ ആൾക്ക് അപകടം പറ്റി അവർ മരിച്ച് അവർക്ക് പണം കൊടുക്കണമെന്നാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഉള്ള ആപ്ലിക്കൻസിന് മൊത്തം പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതല്ലാതെ വേറെ എന്താ വേണ്ടേ? ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ പാടില്ല. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേഷൻ ഫോറസ്റ്റ് രംഗത്ത് വന്നതും ഏറ്റവും കൂടുതൽ സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്തത് ഈ ഘട്ടത്തിലാണ്. കാരണം വന്യമൃഗങ്ങളുടെ ശല്യം അത്രയേറെ ഉണ്ട്. ഇതുപോലെ ഫണ്ട് ചിലവായില്ല, ബഡ്ജറ്റ് പ്ലാനിനകത്ത് ഫണ്ട് ചിലവായില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 110% LSTDക്ക് ചിലവായി. അതിനകത്ത് റെക്കോർഡാണത്. കഴിഞ്ഞ വർഷം 85% മേളിൽ നമ്മുടെ അല്ലാതുള്ളത് പൊതു പ്ലാൻ ചിലവായി. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ. ഇത് ഞാൻ പറയുന്നതും എൻ്റെ ഇഷ്ടം അനുസരിച്ചോ വേറൊരാൾ പറയുന്നതും അല്ല പ്രശ്നം. ഇത് കണക്കുകൾ, ഓഡിറ്റ് ചെയ്ത കണക്കുകളുണ്ടല്ലോ. രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയട്ടെ. പക്ഷേ ഇവന്മാർ ഗുണം പിടിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞ് പ്രാഗിയിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്കറിയാം ഇവന്മാരിങ്ങനൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ഇവർ ഗുണം പിടിക്കത്തേ ഇല്ല, ഇത് നടക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിനാ. നേരത്തെ ഇതുപോലെ പറഞ്ഞാലേ രമേശ് ചെന്നിത്തല. പക്ഷേ 5 വർഷക്കാലം ഇത് നടന്നല്ലോ. അപ്പൊ നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ട് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.